ഹലോ ഗായ്സ്, ഇന്ന് നമുക്കൊരു ഓഫീസ് ടൂർ ആയാലോ. ഇത് ഞങ്ങളുടെ ഓഫീസാട്ടോ, പക്ഷേ നിങ്ങൾക്ക് കാണാനില്ല എന്നുള്ളൂ. ഫുൾ പച്ചപ്പ. ഇവിടെ എല്ലാവിധ ചെടികളും ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെ പോണ ഒരു ഫീല് കിട്ടണമെന്നായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് എല്ലാം ഉണ്ട്. ഇതിൽ ലാസ്റ്റ് ഞാൻ ഞങ്ങളുടെ ഓഫീസിൻ്റെ ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ ശരിക്കും ഞെട്ടും. ഇവിടെ ഇല്ലാത്ത ഫ്രൂട്ട്സ് ഇല്ല. സപ്പോട്ട, ചക്ക, മാങ്ങ, റംബൂട്ടാൻ, മാംഗോസ്റ്റീനും ബാക്കി സാധനങ്ങളൊക്കെ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഉണ്ടായി കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക്. ഞങ്ങളൊന്ന് കുനിഞ്ഞ് വേണം ഞങ്ങളുടെ ഓഫീസിലേക്ക് കയറാൻ. ഫുൾ ചെടികളായ കാരണം കൊണ്ടേ. പിന്നെ ഞങ്ങൾ സൈഡിൽ ഇങ്ങനെ സ്റ്റെപ്പിംഗ് സ്റ്റോൺസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല രസം ഞങ്ങളുടെ ഓഫീസ് കാണാൻ. പിന്നെ കയറി ചെല്ലുമ്പോൾ ഇതാ അവിടെ ഇരിക്കുന്നതാണ് ഞങ്ങളുടെ പ്രിൻസിപ്പൽ ആർക്കിടെക്റ്റ്, ഇതിൻ്റെ മുതലാളി. ഫോട്ടോ നമ്മുടെ പൂച്ചയുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടിരിക്കുക കേട്ടോ. പിന്നെ നേരെ കയറി ചെല്ലുന്നതാണ് ഞങ്ങളുടെ ഓഫീസ്. അതിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു ഫിഷ് ടാങ്കൊക്കെ ഉണ്ട് കേട്ടോ. ഒരു 4 മീനെ ഇട്ടിട്ടുണ്ടാകുന്നുള്ളൂ. ഇപ്പോൾ ഒരു 400 മീനായിട്ടുണ്ടാവും. അത്ര അധികം മീനുകളാണ്, ഫുൾ മീൻ. ഞങ്ങളിത് രാവിലെ വന്നാൽ ഞങ്ങളുടെ ഒരു പണിയാണ് ഇതിന് തീറ്റ കൊടുക്കലും ഈ വേനൽക്കാലത്ത് ഇതൊക്കെ നനച്ചുണ്ടാക്കലും. ഇതൊക്കെ ഒരു രസമാട്ടോ. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവരും എൻജോയ് ചെയ്ത് ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ നമ്മൾ നേരെ കയറി ചെല്ലുന്നതാണ് ഞങ്ങളുടെ ഓഫീസ് സ്പേസ്. ഇവിടെയാണ് ഞാനും ഞങ്ങളുടെ ഇൻറ്റേൺസ് ഇരിക്കാറ്, ജൂനിയർ ആർക്കിടെക്റ്റും പിന്നെ ബാക്കി ഇൻറ്റേൺസ് ഇരിക്കാറ്. പിന്നെ മേലത്തെ പൊസിഷനാണുള്ളത്. അവിടേക്ക് ചെല്ലുമ്പോൾ ഞങ്ങളുടെ പ്രിൻസിപ്പൽ ആർക്കിടെക്റ്റ് ഇരിക്കും. ഇവിടെ ഞങ്ങളൊരു ഫോട്ടോ വോളൊക്കെ പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഞങ്ങളുടെ ഫോട്ടോസും ഇപ്പോൾ ഓൺ ഗോയിങ്ങും കംപ്ലീറ്റഡും ആയിട്ടുള്ള കുറേ പ്രൊജക്ട്സിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ സാർ കുറച്ചൊരു കലാകാരനായ കാരണം കൊണ്ട് പുള്ളിക്കാരൻ്റെ സാധനങ്ങളും അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ മേലെ നിന്നാൽ നമുക്ക് നമ്മുടെ എല്ലാ ഇൻറ്റേൺസിനെയും കാണാം, അവരുടെ വർക്ക്സും കാര്യങ്ങളെല്ലാം കാണാം. പിന്നെ ഞാൻ പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ നിങ്ങൾ ഞെട്ടുമെന്ന്, ഇതാണ് ഞങ്ങളുടെ ഓഫീസ്. ഞെട്ടിയില്ലേ നിങ്ങൾ?